ഇത് 6 മണി ഫോണും കൊടുക്കണില്ല. അവിടെയാണ് ഒരു പണി നടന്നിട്ടില്ല. അടിക്കണം, തുടയ്ക്കണം, പാത്രം കഴിയും. ഇത് എന്ത് എവിടെ കിടക്കാണ്? നീ ഇവിടെ ഉണ്ടായിരുന്നോ? എന്താ രാവിലെ തന്നെ കലിപ്പാണല്ലോ, എന്ത് പറ്റി? എടാ, വീട്ടിലെ ജോലി ചെയ്യാനല്ലേ നമ്മളൊരു സർവ്വത്തെ വെച്ചത്. അവരാണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് എടുക്കണമില്ല. ഇവിടുത്തെ പണിയൊക്കെ ആര് ചെയ്യാനാണ്? അതുകൊണ്ടല്ലേ ആളിനെ വെച്ചത്. അവരാണ് സമയത്തിന് വരുന്നുമില്ല. ഞാൻ എന്ത് ചെയ്യാനാണ്? ഓ, അതുകൊണ്ടായിരുന്നാ? അമ്മ, അവർക്ക് എന്തെങ്കിലും അത്യാവശ്യം കാണും, അതുകൊണ്ടാണ് വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്. ഒരു ദിവസം തന്നെയല്ലേ, നാളെ ആകുമ്പോൾ അവരെന്തായാലും വരും. അമ്മ ടെൻഷൻ അടിക്കണ്ട. ടെൻഷനോ? എനിക്ക് ടെൻഷനൊന്നുമില്ല. സർവന്റ് വരാത്ത കാരനെ ഒരു ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല. എനിക്കാണെങ്കിൽ നല്ല വിശപ്പ്. നീ ഒരു കാര്യം ചെയ്യേ, സൊമാറ്റോയിലെ സ്വിഗ്ഗിയിലെ ഫുഡ് ഓർഡർ ചെയ്യ്. ഓ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അല്ലേ? അമ്മയ്ക്ക് എന്താ ഫുഡ് വേണ്ടത് പറഞ്ഞോ, ചെയ്തുവിടാം. അമ്മയ്ക്ക് ചോക്ലേറ്റ് ഷേക്കും ഒരു പിസിയും പറയട്ടാ. ശരി അമ്മ. ഒരു ലോട്ടറി അടിച്ചാൽ തുടങ്ങും. ഇല്ലാത്ത ബന്ധുക്കാരൊക്കെ വിളിച്ച് ബുദ്ധിമുട്ടിക്കും. അടുത്ത ആള് വിളി തുടങ്ങിയല്ലോ. ഹലോ, എന്താ ചേച്ചി വിളിച്ചത്? പൈസയോ? പൈസ സരലേച്ചി, ഏട്ടന് ലോട്ടറി അടിച്ചു പറഞ്ഞത് ശരി തന്നെയാണ്. പക്ഷെ ഞങ്ങളൊരു പുതിയൊരു വീട് വാങ്ങിച്ചു. മകനാണെങ്കിൽ ഒരു കാറ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ EMI അടച്ചുകൊണ്ടിരിക്കുകയാണ്. മാസം മാസം അടയ്ക്കണം. ഇനിയിപ്പോൾ പൈസ തരാൻ പറ്റും തോന്നണില്ല. ഒന്നും വിചാരിക്കണ്ടേ. ഞങ്ങൾക്ക് ലോട്ടറി അടിക്കുന്നത് കുടുംബക്കാർക്ക് കൊടുക്കാനാണല്ലോ. ഇനി ആരെങ്കിലും വിളിക്കട്ടെ, പറഞ്ഞു കൊടുക്കാം. നീ എവിടേക്കാടാ? അമ്മ, ഫ്രണ്ട്സിന് പാർട്ടി കൊടുക്കാൻ പറഞ്ഞായിരുന്നു. ഞാൻ എന്തായാലും പോയിട്ട് വരാം. കുറച്ച് ടൈം ആവണ്ട. ശരി, പോയിട്ടെ. ശരി. മോളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? അവൻ ജോലിക്ക് പോയാ? കുഞ്ഞെന്ത് ചെയ്യണ്? പിന്നെ നമുക്ക് അച്ഛന് ലോട്ടറി അടിച്ചതുകൊണ്ടേ നിനക്ക് 100 പവനൊക്കെ തരാൻ പറ്റി. അല്ലെങ്കിൽ ഒന്നും തരില്ല വിചാരിച്ചതാണ്. എനിക്ക് നല്ല ഭാഗ്യമുണ്ട് മോളെ. എന്താ മോളെ? മോളല്ല, അമ്മന്റെ മോനാണ്. എന്താണ് രാത്രി എന്നെ ഓരോ സ്വപ്നം കണ്ട് കിടക്കണ്? സ്വപ്നമായിരുന്നോ? അമ്മ, നാളെ കൂടി ഫീസ് അടച്ചില്ല എന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ കയറ്റില്ല അമ്മ. ഇനിയിപ്പോൾ എക്സാം ഒക്കെ വരികയാണ്. അച്ചോ, നീ എന്തായാലും ടെൻഷൻ അടിക്കണ്ട. അച്ഛൻ എന്തായാലും ഇന്ന് പൈസ കൊണ്ടുവരും. നീ പോയി ഇന്ന് പഠിക്കപ്പോ. നിങ്ങൾ വന്നാ? ഏട്ടാ, അച്ഛനെ ഫീസ് അടയ്ക്കണം വേണ്ടി പറഞ്ഞല്ലേ. നിങ്ങൾ അവന് പൈസ കൊണ്ടുവന്നിട്ടുണ്ടാ? പൈസ ആ പൈസക്ക് നിങ്ങൾ ലോട്ടറി എടുത്താ? നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലായില്ലേ ലോട്ടറി എടുക്കണ്ടെന്ന്? ചെക്കന്റെ ഭാവി വെച്ചിട്ടാണ് കളിക്കുന്നത്. നിങ്ങൾക്ക് എന്തിന്റെ കടാണ് ഏട്ടാ?